ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ നല്ല ദൈവമേ, ഈ വിശുദ്ധമായ സമയത്തെ ഓർത്ത് കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ കർത്താവെ നിൻ്റെ അപാരമായ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ നിൻ്റെ വചനം ഞങ്ങളിൽ വലിയ കൃപയായി പെയ്തിറങ്ങട്ടെ. ഞങ്ങളിലത് മാനസാന്തരത്തിന് കാരണമാകട്ടെ. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ, കർത്താവ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ്? നമുക്കറിയാം ദൈവമാണ്. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേദപാഠത്തിനൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, ഭൂമിയെ സൃഷ്ടിച്ചിട്ട്, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. കർത്താവ് ഓരോന്നും സൃഷ്ടിച്ച് കഴിഞ്ഞ് ദൈവം പറഞ്ഞു നല്ലതെന്ന് അവൻ കണ്ടു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലാം നല്ലതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാം അധ്യായം 18-ാമത്തെ വാക്യം, ദൈവം ഭൂമിയെ മനുഷ്യന് വാസയോഗ്യമായിട്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യവാസയോഗ്യമായി. അപ്പോൾ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും മനുഷ്യൻ വീട് വെച്ച് താമസിക്കാം. കാരണം ദൈവം അങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്, ഒന്നും മോശമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ചിലരൊക്കെ വന്ന് പറയാറുണ്ട്, ചോദിക്കാറുണ്ട്, ധ്യാനത്തിനൊക്കെ വരുമ്പോൾ, അച്ഛാ പഴയ വീട്ടിലായിരുന്നപ്പോൾ എല്ലാം നല്ല സുഖവും സന്തോഷമായിരുന്നു, ഞങ്ങളിപ്പോൾ ഈ പുതിയ വീട്ടിലേക്ക് വന്നേ പിന്നെ അച്ഛാ എന്നും പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ പുതിയ സ്ഥലത്തേക്ക് വന്നേ പിന്നെ സമാധാനമില്ല അച്ഛാ, രോഗങ്ങളാണ്, എന്തോരം കഷ്ടപ്പെട്ടിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ് അച്ഛാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചിലരുടെയൊക്കെ മനസ്സിലൊരു സംശയമുണ്ട്. എന്ത് പറയുന്നു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്ന തരത്തിലാണ്, എല്ലാ സ്ഥലത്തും വീട് വെച്ച് താമസിക്കാൻ എല്ലാം കറക്റ്റാണ്. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. പക്ഷേ ചില സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ചില അസ്വസ്ഥതകളുണ്ടാകുന്നു. ചില സ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ചില സ്ഥലത്ത് നമുക്ക് യാതൊരു തരത്തിലും മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. രോഗങ്ങൾ വിട്ടുമാറുന്നില്ല, ഉറക്കം വരുന്നില്ല, സമാധാനമില്ല, നമ്മുടെ കൃഷിയൊന്നും യാതൊരു തരത്തിലും ഒരു എന്താ പറയുന്നത്, ഒരു മുമ്പോട്ട് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? പ്രിയപ്പെട്ടവരെ, ബൈബിൾ 3 കാരണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ച ഭൂമി ശപിക്കപ്പെടാൻ 3 കാരണങ്ങൾ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന്, ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ കാണുന്നു, നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ് വിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരുകയില്ല, നീ ഭൂമിയിൽ അലഞ്ഞ് തിരിയുന്നവനായിരിക്കും. ഇതൊരു ശാപമാണ്. മനുഷ്യൻ്റെ രക്തം വീണ് കുതിർന്ന മണ്ണ് ശപിക്കപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ കൃഷി ചെയ്താൽ കൃഷി ഫലം തരില്ല. ബിസിനസ് തുടങ്ങിയാൽ ബിസിനസ്സിൽ യാതൊരു മുന്നേറ്റം ഉണ്ടാവില്ല. കുടുംബത്തിൽ സമാധാനം ഉണ്ടായില്ല അവിടെ വീട് വെച്ച് താമസിച്ചാൽ. ബൈബിളിൽ പറഞ്ഞതാണ്, മനുഷ്യൻ്റെ രക്തം വീണ് കുതിർന്ന മണ്ണ് ശപിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമായിട്ട് പറയുന്നതല്ല, എങ്കിലും കാരണങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ചിലപ്പോൾ ഇതാകാം, 3 കാരണങ്ങളുണ്ടതില്ല, ഏതെങ്കിലും ഒരു കാരണമാകാം ചിലപ്പോൾ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിലൊരു കൊലപാതകം നടന്നിട്ടുണ്ടോ? ഒരു അബോർഷൻ കൊലപാതകമാണ് കേട്ടോ. പലർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, അബോർഷൻ കൊലപാതകമല്ല എന്ന്. പ്രിയപ്പെട്ടവർ, കത്തോലിക്ക സഭയുടെ വിശ്വാസമനുസരിച്ച് 1 മാസമായ ഭ്രൂണമാണെങ്കിലും, അമ്മയുടെ വയസ്സിൽ 1 മാസമായ കുഞ്ഞാണെങ്കിലും, 2 ആഴ്ചയായതാണെങ്കിലും, 10 മാസമായതാണെങ്കിലും, 9 മാസമാണെങ്കിലും, ഏതാണെങ്കിലും അതൊരു ജീവനാണ്. അതിനെ കൊല്ലുന്നത് തെറ്റാണ്, പാപമാണ്. അതാണ് സഭയുടെ പഠനം. നമുക്കറിയാം അതൊരു വലിയ പാപമായതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ പുരോഹിതർക്ക് അബോർഷൻ എന്ന പാപത്തിൽ നിന്നും മോചനം കൊടുക്കാനുള്ള അധികാരമില്ല. നിങ്ങൾ അച്ഛന്മാരുടെ അടുത്ത് കുമ്പസാരിച്ചാൽ ആ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടൂല. അത് മെത്രാന് മാത്രമേ, നമ്മുടെ രൂപതയുടെ പിതാവിന് മാത്രമേ ഈ അബോർഷൻ എന്ന പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കാനുള്ള അധികാരമുള്ളൂ. കരുണയുടെ വർഷം,
നമുക്കറിയാം കരുണയുടെ വർഷത്തിൽ മാർപ്പാപ്പ സഭയിലെ വൈദികർക്ക് 1 വർഷത്തേന് മാത്രമാണ് അധികാരം കൊടുത്തത്. എന്ത്? അബോർഷൻ എന്ന പാപത്തിൽ നിന്നും മോചനം കൊടുക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ പാപത്തിൻ്റെ സീരിയസ്നെസ് എന്തോരം മാരകമാണ് എന്ന് ചിന്തിക്കുക. ഒരു അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞിനെ കൊല്ലുന്നത് അത് കൊലപാതകമാണ്. ആത്മഹത്യ, കൊലപാതകം, ഭ്രൂണഹത്യ ഒക്കെ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് ആ ഒരു കാരണം കൊണ്ട് ഭൂമി, സ്ഥലം, വീടൊക്കെ ശപിക്കപ്പെടാനായിട്ട് കാരണമുണ്ട് എന്ന് ബൈബിളിൽ നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ കാരണം പ്രിയപ്പെട്ടവരെ, ജെറമിയായുടെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വചനത്തിലുണ്ട്. നികൃഷ്ടമായ വേശ്യാവൃത്തിയാൽ നാട് ദുഷിപ്പിച്ചു, തന്നിമിത്തം മഴ പെയ്യാതായി, വസന്തകാല വൃഷ്ടി ഉണ്ടായതുമില്ല. വ്യഭിചാരം എന്ന പാപം, ഈ ഒരു പാപം കൊണ്ട് നാട് നശിക്കുന്നു, മഴ നിന്നു പോകുന്നു, കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാകുന്നു, തുലാമഴയൊക്കെ ഇല്ലാതെ വരുന്നു. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നതാണ് ഈ വ്യഭിചാരം എന്ന പാപം കൊണ്ട്, നികൃഷ്ടമായ വേശ്യാവൃത്തി കൊണ്ട് നാട് ശപിക്കപ്പെടുന്നു, വസന്തകാല മഴ നിന്നു പോകുന്നു, ഭൂമി ഫലം തരാതെ വരുന്നു, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു, കുടുംബം നശിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെ ഇതൊരു കാരണം ബൈബിൾ പറയുന്നു. നമുക്കിത് നിങ്ങളുടെ കാരണം അല്ലെങ്കിൽ നമ്മുടെ കാരണം നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം. 3-ാമത്തെ കാരണം ജെറമിയായുടെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിലുണ്ട്. കല്ലിനും മരത്തിനും ആരാധന അർപ്പിച്ച് അങ്ങനെ നാട് ദുഷിപ്പിച്ചു. വിഗ്രഹാരാധനയെക്കുറിച്ചാണ് പറയുന്നത്. കല്ലിനും മരത്തിനും ആരാധന, കല്ലിനും മരത്തിനും ആരാധന അർപ്പിച്ച് നാട് ദുഷിപ്പിച്ചു, നാട് നശിപ്പിച്ചു, നാട് ശാപഗ്രസ്തമാക്കി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ഒരു വിഗ്രഹാരാധനയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ, അനേക കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, അനേക കുടുംബങ്ങളിൽ 1-ാം പ്രമാണത്തിനെതിരായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. സഹോദര സഹോദരി, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം പ്രമാണത്തിനെതിരായി എന്തെങ്കിലുമൊക്കെ നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുത്തു കളയണം. പല ആളുകളും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരത്തിലൊക്കെ ജീവിക്കുന്നുണ്ട് ഇന്നും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൊരു കുട്ടി വീട്ടിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞിട്ടൊന്നും ഒത്തിരി കാലമായിട്ടില്ല, സന്തോഷമില്ല, സമാധാനമില്ല, എന്നും വഴക്കാം. പ്രാർത്ഥിക്കാൻ വിളിച്ചു. പ്രാർത്ഥിക്കാൻ ചെന്ന് നിന്നു. കണ്ണു തുറന്നപ്പോൾ TV ഉണ്ട്. ആ TV-യുടെ മുകളിൽ ഒരു പുള്ളിക്കാരൻ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. വയറൊക്കെ, ഇത്രയും വലിയ വയറൊക്കെ ഉണ്ട്, തല ഇങ്ങനെ ഇളക്കിക്കൊണ്ട്. ഹാപ്പി മാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ചെറിയ വിഗ്രഹം നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ വലിയ ഷോക്കേസിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇത്? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഹാപ്പി മാനാണ്, ഇത് വീട്ടിൽ വെച്ചാൽ നല്ല സന്തോഷം ഉണ്ടാകുമെന്നും പറഞ്ഞ് ആരോ തന്നാണ് വെച്ചതാണ്. അന്ന് മുതൽ കുടുംബത്തിൽ സമാധാനമില്ല. പ്രൈസ് ദി ലോർഡ്. സന്തോഷം തരുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ, സമാധാനം തരുന്ന ദൈവമാണ്, ആനന്ദം തരുന്ന ദൈവമാണ്, അല്ലാതെ ഈ മണ്ണിൻ്റെ വിഗ്രഹമല്ല. പ്രൈസ് ദി ലോർഡ്. അനേകം കുടുംബങ്ങളിൽ ഈ വിഗ്രഹാരാധന, 1-ാം പ്രമാണത്തിനെതിരായ അനേകം പാപങ്ങളും തിന്മകളും തെറ്റുകളും ഇന്നും നടക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അനേകം കാര്യങ്ങളെ ഇന്ന് നമ്മൾ അനുകരിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ മാതാപിതാക്കന്മാർക്കൊന്നും ഇല്ലായിരുന്ന പല ട്രഡീഷൻസ്, പാരമ്പര്യങ്ങളും അല്ലെങ്കിൽ പല സംസ്കാരങ്ങളും ഇന്ന് നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഏച്ചു കെട്ടി നമ്മൾ കൂടത്തിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ 1-ാം പ്രമാണത്തിന് എതിരാണ് എന്ന കാര്യം മറക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയ അക്വേറിയം ഉണ്ട്, അതിലൊരു ഇത്രയും നീളമുള്ള ഒരു മീനുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ, ഞാൻ കേരളത്തിന് വെളിയിലാണ് അനേകം വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇവിടുന്ന് കേരളത്തിലൊക്കെ വിട്ടുപോയിട്ട് ഒത്തിരി കാലങ്ങളായിട്ടുണ്ട്. എങ്കിലും ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട് എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടൊരു ഇത്രയും നീളമുള്ള ഒരു മീന്. അപ്പോൾ ഞാൻ ഒരു പ്രത്യേകത എന്തോ എനിക്ക് മനസ്സിൽ തോന്നി. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് വാസ്തു മീനാണ്, വാസ്തു മീൻ. അതിനെ വളർത്തിയ എല്ലാം ശരിയാകുമെന്നാണ് വീട്ടിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നും ശരിയാകാഞ്ഞിട്ടാണ് പ്രാർത്ഥനയ്ക്ക് വിളിച്ചത്. എന്നിട്ട് അവരൊക്കെ പറയുന്ന ഇങ്ങനെയുള്ള വിഗ്രഹാരാധനയും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ മനസ്സിലും കുടുംബത്തിലും വെച്ച് സ്ഥലത്തെയും കുടുംബത്തെയും വീടിനെയും ശാപഗ്രസ്തമാക്കി മാറ്റുന്ന അനേകം വ്യക്തികൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില സ്ഥലങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ ഫേമസ് ആണ്. ചില സ്ഥലങ്ങളൊക്കെ, ഹല്ലേലൂയ. അവിടെയൊക്കെ പോകുന്ന 90% ആളുകളും യേശു ക്രിസ്തുവിനെ ദൈവവും രാജാവുമായി അംഗീകരിച്ചവരും ജ്ഞാനസ്നാനം ഏറ്റവരും ഒക്കെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വീട് സന്ദർശിക്കാനായിട്ട് ചെന്നു. അവരുടെ വീട്ടിലെ അപ്പൻ മരിച്ചു പോയിട്ട് 6 വർഷമായി.
പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക വിശ്വാസത്തിലൊക്കെ ആയിരുന്നെങ്കിലും ഇന്ന് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നൊക്കെ പതുക്കെ മങ്ങി മറ്റ് വിശ്വാസങ്ങളിലേക്കൊക്കെ ചഞ്ചലിച്ച ഒരു കുടുംബമാണ്. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ പ്രധാന ഭാഗത്ത് അപ്പൻ്റെ ഒരു 6 അടി വലുപ്പമുള്ള ഒരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട്. 6 അടിയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ആരായത്? അപ്പോൾ അപ്പനാണെന്ന് പറഞ്ഞു. അപ്പൻ എങ്ങനെയുണ്ടായിരുന്ന ആള്? എൻ്റെ അച്ഛാ മഹാതെമ്മാടിയായിരുന്നു, മഹാമദ്യപാനിയായിരുന്നു, അനേകം കേസുകളിലുണ്ട്. ഈ അപ്പൻ്റെ 6 അടിയുള്ള ഒരു വലിയ ഫോട്ടോയാണ് വീടിൻ്റെ ഏറ്റവും പ്രധാന സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. ഞാനവിടെ നോക്കിയിട്ടെങ്കിലും കർത്താവിൻ്റെ ഒരു ഫോട്ടോയോ ഒരു പടമോ ഒന്നും കണ്ടില്ല. കാരണം അവർ ആ വിശ്വാസത്തിൽ പതുക്കെ പതുക്കെ മാറി ദൈവവചനങ്ങൾ എഴുതിയൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലേക്ക് മാറി. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ നാട്ടിൽ ചില കുടുംബങ്ങളിലൊക്കെ പൂർവികന്മാരെ ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ട് കാര്യങ്ങൾ. ആൻസിസ്റ്റേഴ്സ് വർഷിപ്പ്, പൂർവികരെ ആരാധിക്കുന്ന ദൈവത്തെ വിട്ടിട്ട്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് മാത്രം. ആരാധനയും സ്തുതിയും മഹത്വവും ദൈവത്തിന് മാത്രം. വിശുദ്ധർക്കില്ല, പരിശുദ്ധ കന്യാമറിയത്തിനില്ല, മാതാപിതാക്കന്മാർക്കില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ ഇതിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. അവരെയൊക്കെ വണങ്ങുക, ഗൗരവിക്കുക, അത്രയേ ഉള്ളൂ. ബഹുമാനിക്കുക. ആരാധന ദൈവത്തിന് മാത്രം, മഹത്വം ദൈവത്തിന് മാത്രം, സ്തുതി ദൈവത്തിന് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുടുംബം നശിക്കാൻ, വീട് നശിക്കാൻ, സാമ്പത്തിക മേഖല തകരാനൊക്കെയുള്ള ബൈബിള് പറയുന്ന മൂന്നാമത്തെ കാര്യം കല്ലിനും മരത്തിനും ആരാധന അർപ്പിച്ചതാണ്. ഈ വിഗ്രഹാരാധനയെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ അനേകം കാര്യങ്ങളുണ്ട്. ചിലരൊക്കെ ആനവാലിൻ്റെ മോതിരം ഇന്നും കുഞ്ഞുങ്ങളുടെ കയ്യിലിട്ട് കൊടുക്കാറുണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല അതിൻ്റെ ഒന്നും ആത്മീയത എന്താണെന്ന്. ആനവാലിൻ്റെ മോതിരം കയ്യിലിട്ടാൽ പേടി വരില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് ധൈര്യവും ശക്തിയും കർത്താവാണ്. ആനയുടെ വാല് ചുറ്റി നമ്മുടെ കയ്യിലിട്ടാൽ എന്ത് പേടി മാറും, എന്ത് ധൈര്യം വരും എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിശ്വാസത്തിന് ആഴം എന്തുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ദൈവത്തിനല്ലാതെ യാതൊന്നിനും ജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കാൻ പാടില്ല. ദൈവത്തിന് മാത്രമേ നമ്മൾ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ. ദൈവമല്ലാതെ ഇതാണ് ഒന്നാം പ്രമാണത്തിനെതിരായ അനേക കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ വലിയ തടസ്സങ്ങളായി, ബ്ലോക്കുകളായി മാറുന്നു. സഹോദര, സഹോദരി, വചനമെടുത്ത് വായിച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഏതെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ ഇന്നൊരു നല്ല കുമ്പസാരം നടത്തി ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നീ മനസ്സായാൽ നിൻ്റെ ദൈവം നിന്നെ തള്ളിക്കളയുകയില്ല. മറന്നു പോകരുതേ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും കുടുംബത്തിലോ ശരീരത്തിലോ സൂക്ഷിക്കാതിരിക്കുക. ഇന്ന് അനേകം ആളുകൾ ശരീരത്തിൽ പച്ച കുത്തുന്നവരാണ്, ടാറ്റു അടിക്കുന്നവരാണ്. സഹോദര, സഹോദരി, ദൈവികമല്ലാത്ത എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലും നമ്മൾ അണിയുന്ന ആഭരണത്തിലും നമ്മൾ ശരീരത്തിൽ പച്ചകുത്തുന്നതിലുമൊക്കെ ഉള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കാലത്തൊക്കെ പല്ലി, പാറ്റ, പാമ്പ്, പഴുതാര, തേള്, എരുമയുടെ തലയോട്ടിയൊക്കെ നമുക്ക് കാണുമ്പോൾ അസഹ്യമായിരുന്നു. നമുക്ക് നോക്കാനേ ഇഷ്ടമില്ലാത്ത വസ്തുക്കളും പദാർത്ഥങ്ങളും ചിഹ്നങ്ങളുമായിരുന്നു അത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ധരിക്കുന്ന വസ്ത്രത്തിൽ, ടീഷർട്ടിലും, അവർ ധരിക്കുന്ന തൊപ്പിയിലും ബെൽറ്റിലും, അവർ ശരീരത്തിൽ അണിയുന്ന പല ആഭരണത്തിലും, അവർ ശരീരത്തിൽ അടിച്ചിരിക്കുന്ന ടാറ്റുവിലും ഒക്കെ ഉള്ളത് ഇങ്ങനെയുള്ള ചിഹ്നങ്ങളാണ്. ഇതൊക്കെ പൈശാചികമാണ് പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ വിഗ്രഹാരാധനയാണ്. നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിന് ഇഷ്ടം. ശരീരത്തിൽ പച്ച കുത്താൻ പാടില്ലെന്ന്, ടാറ്റു അടിക്കാൻ പാടില്ലെന്ന്, ശരീരത്തെ വികൃതമാക്കാൻ പാടില്ലെന്ന് ദൈവവചനം ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മക്കബായരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 40-ാം വാക്യത്തിൽ നമ്മളൊരു കാര്യം അവിടെ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം യുദ്ധത്തിന് പോകുമ്പോൾ ദൈവം പറഞ്ഞാലേ അവർ പോകുള്ളൂ. ഇന്ന് പൊക്കോളാൻ പറഞ്ഞാൽ അവർ പോകും. ദൈവം പറയും, അവർ പോകും. യുദ്ധത്തിൽ വിജയമാണ്. ഈ പ്രാവശ്യം ജനത്തോട് പറഞ്ഞു, ജനത്തിൻ്റെ നേതാവ് യൂദായാണ്. യുദ്ധത്തിന് പൊക്കോളാൻ പറഞ്ഞു, പോയി. യുദ്ധത്തിൽ കുറേ എണ്ണം മരിച്ചുപോയി. യൂദാ ചോദിച്ചു, എൻ്റെ ദൈവമേ, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ജനത്തെ വിട്ടത്, എന്നിട്ട് എന്താ ഇവരെല്ലാം മരിച്ചു പോകാൻ? ദൈവം പറഞ്ഞു, പോയിട്ട് അവരുടെ ശവശരീരങ്ങൾ എടുത്തു നോക്കുക. യൂദാ പോയി അവരുടെ ശവശരീരങ്ങൾ പരീക്ഷിച്ചപ്പോൾ യാമ്നിയായിലെ ദേവതയുടെ ഏലസുകളും മന്ത്രങ്ങളും അവിടെയുള്ള ചിഹ്നങ്ങളും ഒക്കെ അവർ ശരീരത്തിൽ കണ്ടു. അതുകൊണ്ടാണ്. എന്നിട്ട് വചനം പഠിപ്പിക്കുന്നു, അത് ഇസ്രായേലിന് നിഷിദ്ധമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീയാണ് പുതിയ ഇസ്രായേൽ. ഇങ്ങനെയുള്ളതെല്ലാം നിനക്ക് നിഷിദ്ധമാണ്. നീ അത് ശരീരത്തിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ, നീ ശരീരത്തിൽ നിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ മരണത്തിന് പോലും കാരണമാകും. പ്രൈസ് ദി ലോർഡ്. കാരണം
നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവം നിന്നെ വിശുദ്ധീകരിച്ചതാണ്, ദൈവം നിന്നെ പൗത്രീകരിച്ചതാണ്, ദൈവം നിന്നെ തിരുരക്തം കൊണ്ട് കഴുകിയതാണ്, വീണ്ടെടുത്തതാണ്. മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രമാണത്തിനെതിരായി ദൈവത്തിൻ്റെ പരമാധികാരത്തിനും ദൈവത്വത്തിനും എതിരായി ചെയ്തിട്ടുള്ള സകല പാപങ്ങളെയും ഓർത്ത് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ മാപ്പപേക്ഷിക്കാം. എപ്പോഴെങ്കിലും ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മന്ത്രത്തിനും മാജിക്കിനും ഒക്കെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ദൈവത്തിൻ്റെ ദൈവത്വത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ മാപ്പപേക്ഷിക്കാനുള്ളൊരു വലിയ സമയമാണ് കർത്താവ് തരുന്നത്. പ്രിയപ്പെട്ടവർ, വിശുദ്ധ കുമ്പസാരമുണ്ട്. വിശുദ്ധ കുമ്പസാരം നമുക്ക് ഒരു വലിയ രോഗസൗഖ്യത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ കൂദാശയാണ്. ഒരുക്കത്തോടെ, കണ്ണുനീരോടെ, പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിൽ കുമ്പസാരത്തിന് അണയുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത്, പാപങ്ങൾ മോചിച്ച്, തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് വലിയ സമാധാനത്തോടെ നമ്മളെ അയക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശരീരത്തെയും കുടുംബത്തെയും ആത്മാവിനെയും വിശുദ്ധമായി നൈർമല്യത്തോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. എൻ്റെ ശരീരത്തിലോ എൻ്റെ ജീവിതത്തിലോ എൻ്റെ വീട്ടിലോ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴെല്ലാം ദൈവത്തിൽ നിന്നകന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുള്ള സമയത്തിലെല്ലാം ദൈവം അവരെ നാശത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്, ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദര സഹോദരി, പുതിയ ഇസ്രായേൽ നീയാണ്. പുതിയ ദേവാലയം നിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തെയും നിൻ്റെ ജീവിതത്തെയും ദൈവികമല്ലാത്ത ഒന്നുകൊണ്ടും നീ മ്ലേച്ഛമാക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം നിൻ്റെ ജീവിതത്തിൽ ആഴത്തിൽ പതിയട്ടെ. കർത്താവിൻ്റെ വചനം ആഴത്തിൽ ഗ്രഹിക്കാൻ, ആഴത്തിൽ പഠിക്കാൻ, ആഴത്തിൽ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ, ഫലമണിയാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വചനം പഠിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. വചനം പഠിക്കുന്ന ഒരു സ്വഭാവം. പ്രിയപ്പെട്ട അനേകം ആളുകൾക്ക് അത് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വചനം വായിക്കാൻ, ബൈബിളിനോട് ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദം നമുക്ക് കാത്തു സൂക്ഷിക്കാം. ബൈബിളിനോടൊരു സൗഹൃദം. ബൈബിൾ, നമുക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ എത്ര പേർക്കുണ്ട് പ്രിയപ്പെട്ട സ്വന്തമായിട്ടൊരു ബൈബിള്? വീട്ടിലാകെ ഒരു ബൈബിളേ ഉള്ളൂ. പക്ഷെ നമുക്ക് ടൂത്ത് ബ്രഷോ വീട്ടിൽ എത്രയുണ്ട്? എല്ലാവർക്കും ഓരോന്നില്ലേ? പാൻസ് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടാറില്ലല്ലോ. പക്ഷെ നമുക്ക് സ്വന്തമായൊരു ബൈബിൾ വേണം. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ ഞാൻ എവിടെയോ വായിച്ച ഒരു കാര്യം ഓർക്കുന്നു. ഒരു വലിയ വചനപ്രഘോഷകൻ അമേരിക്കയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണത്തിനായി ചെല്ലപ്പോൾ അദ്ദേഹം ഒരു പിസ്സ ഓർഡർ ചെയ്തു. അത് കിട്ടുന്ന സമയം വരെ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അതുപോലെ തന്നെ ഒരു ആഫ്രിക്കക്കാരി പെൺകുട്ടി, അവളും ഒരു പിസ്സ ഓർഡർ ചെയ്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റിൻ്റെയൊക്കെ സമയതാമസമുണ്ട്. ഈ പെൺകുട്ടി പെട്ടെന്ന് അവളുടെ ബാഗ് തുറന്ന് അവളുടെ കയ്യിലിരുന്ന ബൈബിൾ എടുത്ത് വായിക്കുന്നതായി ഈ വചനപ്രഘോഷകൻ കണ്ടു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ചെറുപ്പക്കാരിയാണ്, അവളുടെയൊക്കെ വിശ്വാസം എന്താണ്? കിട്ടുന്ന 5 മിനിറ്റ് പോലും ബൈബിൾ വായിക്കുന്നു. ഞാൻ പ്രിയപ്പെട്ട അനേകം വർഷങ്ങൾ ഞാൻ ആന്ധ്രയിൽ ജോലി ചെയ്ത ആളാണ്. ആന്ധ്രയിലെ നിയമസഭയിൽ ഒരു MLA ഉണ്ട്, എപ്പോഴും കയ്യിൽ ബൈബിൾ സൂക്ഷിക്കുന്ന ഒരു MLA. എപ്പോഴും കയ്യിൽ ബൈബിൾ സൂക്ഷിക്കുന്ന ഒരു MLA. ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖർ റെഡ്ഡിയുടെ ഭാര്യ വിജയലക്ഷ്മി. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും ഈ സഹോദരിയുടെ കയ്യിൽ ബൈബിൾ ഇല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. TV-യിലൊക്കെ നിയമസഭ നടക്കുമ്പോഴൊക്കെ കയ്യിൽ ബൈബിൾ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു മകള്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ബൈബിളിനോടും ദൈവത്തോടുമുള്ള ഒരു സ്നേഹവും ഒരു അടുപ്പമാണ്. ഈ ബൈബിളിനോട് നമുക്കൊരു വലിയ ആസക്തി, ഒരു അഭിനിവേശം ഉണ്ടാകണം. ദൈവവചനത്തോട്, ദൈവവചനം ആഴത്തിൽ പഠിക്കാൻ നമുക്ക് കഴിയണം. ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കർത്താവ് തരുന്ന ഓരോ നിമിഷങ്ങളും ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം സംസാരിക്കുന്ന വചനത്തിലൂടെയാണ്. ദിവ്യകാരുണ്യത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ദൈവവചനം. അതുകൊണ്ടാണ് ഓരോ ദേവാലയങ്ങളുടെ അൾത്താരയുടെ 2 വശത്ത്, ഒരു സ്ഥലത്ത് വിശുദ്ധ കുർബാനയും മറ്റൊരു സ്ഥലത്ത് ബൈബിളും വയ്ക്കുന്നത്. കാരണം വിശുദ്ധ കുർബാനയുടെ എല്ലാ വിശുദ്ധ ബലിക്കും 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് വചന ശുശ്രൂഷയാണ്, രണ്ടാമത്തേതാണ് വിശുദ്ധ കുർബാനയുമായി സംബന്ധിക്കുന്ന കാഴ്ചവെപ്പ് മുതൽ ഉള്ള ശുശ്രൂഷ. ആദ്യത്തേത് വചന ശുശ്രൂഷയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. പലരും ബഹുമാനമില്ലാതെ, ഭക്തിയില്ലാതെ വിശുദ്ധ ഗ്രന്ഥത്തെ കൈകാര്യം ചെയ്യുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തെ വലിച്ചെറിയുമ്പോൾ ഒക്കെ പ്രിയപ്പെട്ടവർ ഓർക്കുക, ഇത് ജീവിക്കുന്ന ദൈവമാണ്.
ഈ വചനത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള 35,000-ൽ പരം വചനം, ഓരോ വചനത്തിനും ശക്തിയുണ്ട്. ഓരോ വചനത്തിനും, ഇന്ന വചനങ്ങൾക്ക്, ചില അണ്ടർലൈൻ ചെയ്ത വചനങ്ങൾക്ക് മാത്രമല്ല ശക്തിയുള്ളത്, ജീവനുള്ളത്. ഓരോന്നിനും, ഓരോ വചനത്തിനും ശക്തിയുണ്ട്, ഓരോന്നിനും ജീവനുണ്ട്. ഈ ബൈബിളിൽ എഴുതപ്പെട്ട ഏത് വചനം നിങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചാലും അത് നിങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകും. നിങ്ങൾ രോഗികളാണെങ്കിൽ 118-ാമത്തെ സങ്കീർത്തനം 17-ാമത്തെ വാക്യം ഒന്ന് പറഞ്ഞൊന്ന് വായിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളിൽ തീർച്ചയായും രോഗസൗഖ്യം ഉണ്ടാകും. അതുപോലെ ബൈബിളിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയ സമുദ്രമാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ വായിക്കുമ്പോൾ പുതിയ പുതിയ ആശയങ്ങളെ കർത്താവ് തരുന്നത്. അപ്പോൾ ഈ വചനത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. കർത്താവിന് മുൻപിൽ ഒരിക്കൽ കൂടെ കണ്ണുകളടച്ച് ശിരസ് നമിച്ച് ഒന്ന് വലിയ വിശുദ്ധിയോടെ ഒന്നിരുന്നേ. എൻ്റെ ഈശോയെ, ഇന്ന് ഈ കൃപയുടെ നിമിഷത്തിൽ കർത്താവിന് ഞങ്ങളോട് സംസാരിച്ചതിനോർത്ത് നന്ദി പറയുന്നു. അറിഞ്ഞും അറിയാതെയും എത്രയോ പ്രാവശ്യം എൻ്റെ ഈശോയെ ഒന്നാം പ്രമാണത്തിനെതിരായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങയുടെ ദൈവത്വത്തെ, പരമാധികാരത്തെ കർത്താവെ ഞാൻ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. മറ്റു പലതിൻ്റെയും പുറകെ പോയിട്ടുണ്ട്. ജീവിതത്തിൽ വിഗ്രഹാരാധന, പലതരത്തിലുള്ള വിഗ്രഹാരാധനയ്ക്ക് ഞാൻ അടിമപ്പെട്ട് പോയിട്ടുണ്ട്. കർത്താവെ, മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, ഒന്നാം പ്രമാണത്തിനെതിരായി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ മാതാപിതാക്കന്മാരുടെ, പൂർവികരുടെയൊക്കെ ഭാഗത്തുനിന്ന് വന്നുപോയ തെറ്റുകൾക്ക്, കുറവുകൾക്ക്, പോരായ്മയ്ക്ക് മാപ്പപേക്ഷിക്കുന്നു. കരുണയുണ്ടാകണമേ. കർത്താവെ, എൻ്റെ കുടുംബത്തിന് മേലുള്ള പൂർവിക ശാപങ്ങൾ എടുത്തു മാറ്റണമേ. തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. സമൃദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ഐശ്വര്യം നൽകണമേ. കർത്താവെ, നിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. അമ്മേ, മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ, തുണയായിരിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ കരുതലിൽ തണലിലൊക്കെ ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളുടെ മേൽ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളിൽ, കടബാധ്യതകളിൽ ജീവനം തകർന്നവരെ ഓർക്കുന്നു. അതുപോലെ തന്നെ ജീവിതം വഴിമുട്ടിയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.